കോട്ടയം കാവങ്കണ്ടം സെന്റ് മരിയ ഗോരേത്തി ദേവാലയത്തിന്റെ ഗ്രോട്ടോ എറിഞ്ഞു തകർക്കപ്പെട്ട സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് പ്രതികളെ പിടികൂടാത്തതിന് പിന്നിൽ ഭരണകക്ഷികളുടെ മൗനാനുവാദമുണ്ടെന്ന് ബിജെപി നേതാവ് പി.സി. ജോർജ്. കാവങ്കണ്ടം സെന്റ് മരിയ ഗോരേത്തി ദേവാലയത്തിന്റെ ഗ്രോട്ടോ തകർത്ത സംഭവത്തിലെ കുറ്റവാളികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സംഗമം കൊല്ലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പി.സി. ജോർജ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാർ തികഞ്ഞ അനാസ്ഥയാണ് പുലർത്തുന്നത്. സമാനമായ സംഭവം മീനച്ചിൽ താലൂക്കിൽ പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ല. മാതാവിന്റെ ഗ്രോട്ടോയുടെ ചില്ലുകളാണ് സാമൂഹിക വിരുദ്ധർ ഇരുട്ടിന്റെ മറവിൽ നശിപ്പിച്ചത്. ക്രൈസ്തവ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ കേരള പോലീസിനെ മറ്റൊരു മുഖമാണ്. പലപ്പോഴും ഇരട്ട നീതിയാണ് നടപ്പാക്കുന്നതെന്നും പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത ബിജെപി നേതാവ് പി.സി. ജോർജ് കുറ്റപ്പെടുത്തി. പോലീസായി കേരളത്തിലെ പാലായിലും മേലുകാവുമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറണം എന്നാണ് എന്റെ വിനയത്തോടുകൂടിയുള്ള അഭ്യർത്ഥന. അവരുടെ കുസൃതി അതല്ലാതെ മനഃപൂർവ്വം പ്രതികളെ പിടിക്കില്ല എന്ന് വാശി കൊണ്ട് പോകുന്നത് ശരിയാണ്. ഞാൻ അവിടുത്തെ മന്ത്രിയായ വികാരിയുമായി സംസാരിച്ച ആളാണ്. ആ മന്ത്രിയായ വികാരിയത്തിൽ പാവം നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം ഭയത്തോടുകൂടിയാണ് ഇതിനൊക്കെ കാണുന്നത്. താൻ വികാരിയായിട്ടിരിക്കുന്ന പള്ളിയിലാണല്ലോ ഈ ക്രൂരമായ സംഭവം ഉണ്ടായത് എന്നതിൽ അദ്ദേഹം വേദനിക്കുകയാണ്. അദ്ദേഹം വളരെയേറെ വേദനയോടുകൂടിയാണ് പറഞ്ഞത്. ആളുകളെ കാണുന്നില്ല, പ്രതികളെ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നില്ല, ഭാര്യ പട്ടി വന്നിട്ട് ഒരു പിടുത്തം നടക്കുന്നില്ല. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രതികളെ പിടിച്ചിട്ടും ജനങ്ങളുടെ പൂർണ്ണമായി പിന്തുണയും കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് വികാരി അച്ഛൻ സംഘത്തോടുകൂടി ചോദിപ്പിച്ചത്. ഞാൻ ആ കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. മറ്റു വിശ്വാസത്തിലൊന്നും ഞാൻ കടക്കുന്നില്ല. നമുക്ക് ഇവിടെ ഇപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഇത് മാത്രമല്ല, വേണമെങ്കിൽ ഇതെല്ലാം നടക്കുമ്പോഴേക്ക് കിട്ടും. വേണമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നണം. മുഖ്യമന്ത്രിക്ക് തോന്നിയില്ലെങ്കിൽ നടക്കില്ല. ഇപ്പോ ഞങ്ങൾ ബി.ജെ.പിക്കാർ പറയുമ്പോൾ എന്തോ കുഴപ്പമാണെന്നുണ്ടാണോ നിങ്ങളൊക്കെ പറയാറ് പലരും. ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങളെ കുറ്റപ്പെടുത്തുമല്ലോ. ഞാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മുനപ്പം സംഭവം. പൂഞ്ഞാറിൽ വൈദികനെ പള്ളിവളപ്പിൽ കാറിടിച്ചു വീഴ്ത്തിയ സംഭവം നടന്നിട്ട് ഒരു വർഷമായിട്ടേയുള്ളൂ. 2024 ഫെബ്രുവരിയിലായിരുന്നു ആ സംഭവം. പ്രസ്തുത വിഷയത്തിൽ പോലീസ് നടപടിയിലേക്ക് നീങ്ങാൻ ആരാധ്യനായ വൈദികർ ഉൾപ്പെടെയുള്ളവർ തെരുവിൽ ഇറങ്ങേണ്ടി വന്നുവെന്ന് ലിജിൻ ലാൽ ചൂണ്ടിക്കാട്ടി. അതേസമയം ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ പാലായുടെ ആദരണീയനായ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ കേസെടുക്കാൻ കേരള പോലീസിനെ ഒരു സംശയവും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഷേധ സംഗമത്തിൽ ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജി ലിജിൻ ലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നന്ദകുമാർ പാലക്കുഴ അധ്യക്ഷത വഹിച്ചു. മൈനോരിറ്റി മോർച്ച ദേശീയ സമിതി അംഗം സുമിത് ജോർജ്, സംസ്ഥാന സമിതി അംഗം N.K. ശശികുമാർ, റോജൻ ജോർജ്, മുരളീധരൻ, ദീപു മേദിരി, സജി തെക്കൽ, സെബി പറമുണ്ട, ബിനീഷ് പി.ഡി, അശ്വന്ത്, സരീഷ് കുമാർ, ഷാനു, ജെയിംസ്, മാത്യു, ചന്ദ്രൻ കവളമാക്കൽ തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ചു.